പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം തൃശ്ശൂരെത്താനിരിക്കുകയാണ്. BJP കേന്ദ്ര നേതൃത്വം വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ ഒരു നീക്കത്തിന് നൽകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് മന്ത്രി കെ രാജൻ. BJP വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എങ്ങനെ കാണുന്നു? BJP പ്രതീക്ഷിക്കട്ടെ, പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും വിധത്തിൽ വോട്ടായി ഈ കോലാഹലങ്ങളൊന്നും മാറില്ല. തീർച്ചയായിട്ടും തൃശ്ശൂരിനൊരു രാഷ്ട്രീയമുണ്ട്, കേരളത്തിനൊരു പൊതു രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞങ്ങളിത് പൂട്ടിക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതീക്ഷകളാണ് അന്ന് BJP പ്രകടിപ്പിച്ചിരുന്നത്. അത് അസ്ഥാനത്തായി. അവസാനത്തെ നിയമസഭാ സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെട്ടു. BJPക്ക് കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു കാരണവശാലും ഒരു പുതിയ എൻട്രിയോ ഒരു പുതിയ അക്കൗണ്ടോ ഉണ്ടാകാനേ പോകുന്നില്ല. പിന്നെ പലതരത്തിലുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ എത്രയോ കാലമായി കേരളത്തെ ഒന്ന് പിടിക്കാൻ വേണ്ടി BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പേരിൽ കേന്ദ്രം ഭരിക്കുമ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ പല വിധത്തിൽ ആക്രമിക്കാൻ നിരവധി പരിശ്രമങ്ങൾ നടത്തി. എൻഫോഴ്സ്മെന്റ്, CBI, വിവിധങ്ങളായിട്ടുള്ള ഭരണഘടനാ ഏജൻസികളെല്ലാം ഇറക്കിവിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെയും അതിന്റെ മന്ത്രിമാരെയും ഒക്കെ പല വിധത്തിൽ അപമാനിക്കാനും അപസർപ്പക കഥകൾ മെകയാനും കേന്ദ്ര ഗവൺമെന്റ് തന്നെ നേതൃത്വം നൽകി. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് നേതൃത്വം നൽകി. കേരളത്തിലെ ഗവൺമെന്റിന് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോ കഴിഞ്ഞ അതിഭീകരമായിട്ടുള്ള പ്രളയം മുതൽ വർത്തമാനകാലം വരെ കേരളത്തിന് കിട്ടേണ്ട എല്ലാ വിഹിതങ്ങളും കുറച്ച് കേരളം പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളെ, പെൻഷൻ ഉൾപ്പെടെ തകർത്താൽ കേരളത്തിലെ ഗവൺമെന്റിനെ മാറ്റാം, അല്ലെങ്കിൽ ആ വിധത്തിൽ ഗവൺമെന്റിന്റെ ഒരു കരുത്തിനെ പ്രതിച്ഛായ തകർക്കാം എന്ന് വിചാരിച്ചു. അതും കഴിഞ്ഞില്ല. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ച നവകേരള സദസ്സ് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടു. ഗവർണർ ഒരു സാധാരണ നിലയിൽ ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കേണ്ട ഗവർണറെ സർക്കാരിനെ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള പല വിധത്തിൽ ഉപയോഗിച്ചു. അവസാനം പോലീസിന്റെ സഹായമില്ലാതെ മിഠായി തെരുവിൽ ഉൾപ്പെടെ ഇറക്കി പല വിധത്തിൽ ക്രമസമാധാന നില തകർച്ചയിലാണെന്ന് വരെ പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടത്തി. ക്രമസമാധാന നിലയ്ക്ക് ഒരു തകരാറും ഇല്ലാന്ന് ഹലുവ കൊടുത്തുകൊണ്ട് മിഠായി തെരുവ് വളരെ അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രചരണത്തെ കൂടി ഇപ്പോൾ യുവ എറണാകുളത്ത് സംഘടിപ്പിച്ചു. എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു മാറ്റവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. വലിയ പണം ചെലവഴിച്ച് അധികാരത്തെ എല്ലാ വിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ BJPക്ക് പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് അതിന് അവകാശമുണ്ട്. പക്ഷേ കേരളത്തിലെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളുടെ വോട്ടിംഗ് പവറിൽ ഇടപെടാനോ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാനോ ഇത്തരം പരിശ്രമങ്ങളൊന്നും സാധ്യമാകില്ല. ഇത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തീയ സംഘടനകളുമായിട്ട് കൂടുതൽ അടുക്കാൻ BJP ശ്രമിക്കുന്നു. രണ്ടാമതായിട്ട് കേന്ദ്ര നേതാക്കൾ തന്നെ കേരളത്തിൽ വന്ന് തമ്പടിച്ച് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ എങ്ങനെ കാണും? അല്ല, തീർച്ചയായിട്ടും BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണസ്വാധീനവും പണവും അതിന്റെ ആൾബലവും ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളെ മതനിരപേക്ഷ കേരളത്തെ തൊടാനാകില്ല. കേരളത്തിന് ലഭ്യമാകേണ്ട വിഹിതം വെട്ടിക്കുറച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? പാചകവാതകത്തിനുൾപ്പെടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട്, പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെയുള്ള വില വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങൾ അവർ കാണില്ലേ? കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് നിർബാധം ഇറക്കുമതി ചെയ്യാൻ അവസരം കൊടുത്തിട്ടുള്ള വിവിധ കരാറുകളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള കൃഷിയുടെ മൂല്യത്തകർച്ച അവർ തിരിച്ചറിയില്ലേ? കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കേന്ദ്ര ഗവൺമെന്റ് വളരെ ബോധപൂർവം കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇടം കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാകില്ലേ? നിത്യജീവിതത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്തിയും പ്രചരണം നടത്തിയിട്ടും ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാമെന്ന് കരുതുന്നത് കേരളത്തിന്റെ ജനാധിപത്യത്തെ തെറ്റിദ്ധരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്, മതമേലധ്യക്ഷന്മാരെയും സ്ഥാപനങ്ങളുടെയും മുമ്പിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും നാടകങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയാലോ. ഇപ്പോ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ ദുരന്തത്തിന്റെ കഥയല്ലേ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBCയുടെ ചെയർമാൻ എന്ന നിലയിൽ തൃശ്ശൂരിലെ ബിഷപ്പ് തന്നെ, ബഹുമാന്യ ആൻഡ്രൂസ് താഴത്ത് തന്നെ മണിപ്പൂരിൽ പോയി അവിടെ തകർന്നു വീണ പള്ളികളുടെ മുമ്പിൽ ദുരന്തം അനുഭവിക്കുന്ന തങ്ങളുടെ അംഗങ്ങൾക്ക് കൊടുത്ത സഹായത്തെ സംബന്ധിച്ച് പരസ്യമായ പ്രഖ്യാപനം ഉണ്ടായില്ലേ? ആ ചോരപ്പാടിന്റെ കഥകളിൽ നിന്ന്, ആ ചോരപ്പാടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഭരണകൂടത്തിനാകുമോ? ക്രിസ്തുമസിന്റെ ദിവസം പള്ളിയിൽ കയറി വിരുന്നു കൊടുത്തതുകൊണ്ടോ കേക്ക് മുറിച്ചതുകൊണ്ടോ
ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ മനസ്സിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയെയും അവരുടെ വിശ്വാസത്തെയും ഏതെങ്കിലും വിധത്തിൽ വിലയ്ക്ക് വാങ്ങാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ വിലയ്ക്ക് തങ്ങളുടെ വിശ്വാസത്തെ കൊടുക്കുന്നവരല്ല ഒരു ജനവിഭാഗം എന്ന് തിരിച്ചറിയേണ്ടി വരും BJP. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രചാരണങ്ങളെ മറ്റു മുന്നണികളൊന്നും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണം തുടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാവില്ലേ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ച വഴിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മേൽക്കൈ കിട്ടുമോ? കേരളത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയം നല്ലതുപോലെ വിലയിരുത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യം മറ്റ് സംസ്ഥാനങ്ങളിൽ BJP നടത്തിയതുപോലെ പണം കൊടുത്തും ജാതി പറഞ്ഞും മതം പറഞ്ഞും കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്ട്രാറ്റജി നടപ്പിലാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ധാരണയോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ കൃത്രിമ യുദ്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും ബോധപൂർവമായ സംഘടനകൾ സൃഷ്ടിച്ചുകൊണ്ടും മതവും പണവും പിന്നെ തിരഞ്ഞെടുപ്പ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞു. അതേ സ്ട്രാറ്റജി തന്നെ അമിത്ഷായും BJPയുടെ നേതൃത്വവും കേരളത്തിൽ പരീക്ഷിച്ചാൽ അങ്ങനെ വിലക്ക് കിട്ടുന്നവരല്ല കേരളക്കാർ. ഷോ മാത്രമായിട്ട് തന്നെ അവസാനിക്കുന്നതാണ്. റോഡ് ഷോ കേരളം കാണുമല്ലോ. റോഡ് ഷോ പ്രധാനമന്ത്രി റോട്ടിലിറങ്ങി നടന്നാൽ ആരാണ് കാണാൻ വരാത്തത്? അവർ കാണും. വോട്ട് ചെയ്യുന്നത് വേറെയാണ്. ഇപ്പൊ ഗവർണർ പറഞ്ഞല്ലോ, മിഠായി തെരുവിൽ ഞാൻ ഇറങ്ങി നടന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ എൻ്റെ ഒപ്പം വന്നു, അതെന്റെ ജനകീയ പിന്തുണയാണ്. എന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ, അപ്പോൾ കാണാൻ ജനകീയ പിന്തുണ എന്താണെന്ന്. കേരളത്തിനൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ ഇത്തരം അവതരണങ്ങളൊന്നും സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വരവിനെ ആ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാനും ആവശ്യങ്ങൾ പറയാനും അനുവാദമുണ്ട്. കേരളം വളരെ സന്തോഷപൂർവ്വമാണ് എല്ലാ വിഭാഗങ്ങളെയും സ്വീകരിക്കുന്നത്. മിഠായി തെരുവുകാർ ഹലുവ കൊടുത്തതുപോലെ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും തൃശ്ശൂരും സ്വീകരിക്കും. തൃശ്ശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യം അതാണ്. വോട്ടിന്റെ കാര്യത്തിൽ അതുണ്ടാകില്ല. വോട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഒരു തരുമ്പും ഇടപെടാൻ ഇതിനൊന്നും സാധ്യമാകില്ല. തീർച്ചയായും രാജൻ നിലപാടുകൾ വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഷോ ആളുകൾ കാണും, അദ്ദേഹത്തെ സ്വീകരിക്കും, പക്ഷെ അതൊന്നും വോട്ടായി മാറില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മന്ത്രി കെ രാജൻ. അഖിലോട്ട് പറയൊപ്പം CVN മോദ്, ന്യൂസ് 18.